ഹലോ എവരിവൺ, എല്ലാവർക്കും ദിശ അക്കാഡമിയുടെ പുതിയൊരു ക്ലാസ്സിലേക്ക് സ്വാഗതം. നമ്മൾ SSC CGL മെയിൻസിന്റെ ഒരു ക്ലാസ് ഓൾറെഡി കമ്മീഷൻ ബേസ്ഡ് ക്ലാസ് ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഇന്ന് നമ്മുടെ രണ്ടാമത്തെ ക്ലാസ് ആണ്. ഞാൻ ഉദ്ദേശിക്കുന്നത് ഈ ഒരു മെയിൻസിന് വേണ്ടി നിങ്ങൾക്ക് ഒരു മിക്സ്ഡ് ആയിട്ടുള്ള പ്രാക്ടീസ് തരാൻ വേണ്ടിയാണ്. മിക്സ്ഡ് ആയിട്ടുള്ള ഒരുപാട് ക്വസ്റ്റ്യൻസിന്റെ പ്രാക്ടീസ്, അതായത് പല പല ചാപ്റ്റേഴ്സ്. അതായത് ഇന്ന് ഞാൻ എടുത്തിരിക്കുന്നത് നമ്മുടെ സിമ്പിൾ ഇൻഡസ്ട്രി ഇൻസ്റ്റാൾമെന്റ്, കോമ്പൗണ്ട് ഇൻഡസ്ട്രി ഇൻസ്റ്റാൾമെന്റ്, അതുപോലെ സിമ്പിൾ ഇൻഡസ്ട്രിന്റെ ക്വസ്റ്റ്യൻ, നമ്മുടെ കോമ്പൗണ്ട് ഇൻഡസ്ട്രിന്റെ ക്വസ്റ്റ്യൻ, LCMന്റെ ക്വസ്റ്റ്യൻ, HCFന്റെ ക്വസ്റ്റ്യൻ, LCM HCFന്റെ പോളിനോമിയൽ ടൈപ്പ് ക്വസ്റ്റ്യൻസ്, നമ്മുടെ എന്താ ട്രിഗ്നോമെട്രിയുടെ ഹൈറ്റ് ആൻഡ് ഡിസ്റ്റൻസ്, ട്രിഗ്നോമെട്രിയുടെ ക്വസ്റ്റ്യൻസ്, ഹൈറ്റ് ആൻഡ് ഡിസ്റ്റൻസിലെ ക്വസ്റ്റ്യൻ, ട്രിഗ്നോമെട്രിയുടെ ക്വസ്റ്റ്യൻ, പ്രിസത്തിന്റെ ക്വസ്റ്റ്യൻ, മെൻസുറേഷനിലെ ക്വസ്റ്റ്യൻ, അതുപോലെ പിരമിഡിന്റെ ക്വസ്റ്റ്യൻ, സോൾഡ് ഹെമിസ്ഫിയറിന്റെ ക്വസ്റ്റ്യൻ, അങ്ങനെയുള്ള ഡിഫറെന്റ് ആയിട്ടുള്ള ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള സിമ്പിൾ സില്ലി ക്വസ്റ്റ്യൻസ് അല്ല ചെയ്യുന്നത്, നല്ല ലെവലിലുള്ള ക്വസ്റ്റ്യൻസ് ആയിരിക്കും ചെയ്യാൻ പോകുന്നത്. ഓക്കെ, അപ്പോൾ ഞാൻ കഴിഞ്ഞ ക്ലാസ്സിലൊക്കെ കണ്ട സമയത്ത് നിങ്ങൾ സീരിയസ് ആയിട്ട് പഠിക്കുന്നവർക്ക് നല്ല ക്വസ്റ്റ്യൻസിന്റെ ആവശ്യകതയുണ്ട്. അപ്പോൾ ഞാൻ വീണ്ടും പറയാം, ഇത് ഒരിക്കലും ഏറ്റവും ബിഗിനർ ആയിട്ടുള്ളവർക്കുള്ള ബാച്ച് അല്ല മെയിൻസിന് ഉള്ളത്. നിങ്ങൾ നേരത്തെ പഠിച്ചവർക്ക് മാത്രമേ എന്ത് ചെയ്യാൻ പറ്റത്തുള്ളൂ, ഇതിന്റെ കാര്യങ്ങൾ മനസ്സിലാവത്തുള്ളൂ. അപ്പോൾ ആ ലെവലിൽ ക്ലാസ്സുകളും കാര്യങ്ങളും എല്ലാം ഈ ചാനലിൽ തന്നെ അവൈലബിൾ ആണ്. നിങ്ങൾക്ക് എല്ലാ എക്സാംസിനും വേണ്ടിയുള്ള ക്ലാസ് ഓൺലൈൻ തന്നെ നിങ്ങൾക്ക് അവൈലബിൾ ആണ്. ഏറ്റവും അടിപൊളിയായിട്ട് ക്ലാസ് ഒക്കെ മാത്സിന്റെ ഒക്കെ കംപ്ലീറ്റ് ബേസ് മുതൽ എല്ലാ ലെവലും അവിടെ ചെയ്തിട്ടുണ്ട്. നിങ്ങൾക്ക് എന്ത് ചെയ്യാം, ഈ നമ്പേഴ്സ് കോൺടാക്ട് ചെയ്ത് വേഗം എടുത്ത് പഠിക്കാവുന്നതാണ്. അങ്ങനെ പഠിച്ച ആൾക്കാരൊക്കെ ഉണ്ടെങ്കിൽ അവർക്കും യൂസ്ഫുൾ ആയിരിക്കും ഈ ക്ലാസ്സുകൾ. അതുപോലെ നിങ്ങൾ വേറെ എവിടെ നിന്ന് പഠിച്ചിട്ടുണ്ടെങ്കിലും നിങ്ങൾക്ക് യൂസ്ഫുൾ ആയിരിക്കും. കംപ്ലീറ്റ് കോഴ്സും എല്ലാം ആപ്ലിക്കേഷനിൽ അവൈലബിൾ ആണ്. ഇത് ഓഫ്ലൈൻ സെന്റേഴ്സിന്റെ ഡീറ്റെയിൽസ് ആണ്. അപ്പോൾ നമുക്ക് നമ്മുടെ ക്ലാസ്സിലേക്ക് കടക്കാം. മാക്സിമം ടൈപ്പ് ഓഫ് ക്വസ്റ്റ്യൻസ് നിങ്ങളുടെ മെയിൻസിന് മുന്നേ പറ്റുന്ന അത്രയും ക്വസ്റ്റ്യൻസ് എന്ത് ചെയ്യാം, നമുക്ക് ചെയ്യാം. അപ്പോൾ ആദ്യത്തെ ക്വസ്റ്റ്യൻ, യെസ്, ഫസ്റ്റ് ക്വസ്റ്റ്യനിലേക്ക് പോകാം. അപ്പോൾ ക്വസ്റ്റ്യൻ ഒന്ന് വായിച്ചു നോക്കിയാൽ നമ്മുടെ ഇൻസ്റ്റാൾമെന്റ് ക്ലാസ് ഓൾറെഡി ഞാൻ ചാനൽ ചെയ്തിട്ടുള്ളതാണ്. നിങ്ങൾക്ക് അത് കണ്ടില്ലാത്തവർക്ക് അത് ചെക്ക് ചെയ്ത് നോക്കാം. ഓക്കെ, അപ്പോൾ ഫസ്റ്റ് ക്വസ്റ്റ്യൻ, വാട്ട് ആനുവൽ ഇൻസ്റ്റാൾമെന്റ്. ഓക്കെ, ഒന്ന് വായിക്കാം. യെസ്, ക്വസ്റ്റ്യൻ എന്താ പറയുന്നത്? വാട്ട് ആനുവൽ ഇൻസ്റ്റാൾമെന്റ് വിൽ ഡിസ്ചാർജ് ഡെപ്റ്റ് ഓഫ് റുപ്പീസ് ഇത്രയും ഡ്യൂ ഇൻ 3 years അറ്റ് 12% സിമ്പിൾ ഇൻട്രസ്റ്റ് പെർ ആനം റൗണ്ട് ഓഫ് നിയർസ് റുപ്പി. അപ്പോൾ സിമ്പിൾ ഇൻട്രസ്റ്റിന്റെ നിങ്ങൾ ആ ഒരു ക്ലാസ് കണ്ടിട്ടുണ്ടെങ്കിൽ, സിമ്പിൾ ഇൻട്രസ്റ്റ് ഇൻസ്റ്റാൾമെന്റ് എന്ന് പറഞ്ഞ് CGL 2024 വേണ്ടി തന്നെ ഞാൻ ചെയ്തിട്ടുണ്ട്. ഒരു മാസം മുമ്പേ അപ്ലോഡ് ചെയ്ത വീഡിയോ ആണ്. അപ്പോൾ അത് കണ്ടിട്ടുള്ള ഒരാൾക്ക് ഇത് വളരെ സിമ്പിൾ ആണ്. അപ്പോൾ അതിൽ കറക്റ്റായിട്ട് എല്ലാത്തിൻ്റെ കൺസെപ്റ്റ് വെച്ചാണ് പഠിപ്പിച്ചത്. ഇൻസ്റ്റാൾമെന്റ് ദിശ അക്കാഡമി സെർച്ച് ചെയ്യുക. കഴിഞ്ഞ മാസം ഇട്ട ഒരു വീഡിയോ ആണ് CGL വേണ്ടി. അപ്പോൾ 34,455 രൂപയാണ് 12 വിൽ ഡിസ്ചാർജ് ഡെപ്റ്റ് ഓഫ് ഇത്രയും 3 വർഷം കഴിഞ്ഞ് ഇത്രയാവുന്ന ഒരു കടം 12% സിമ്പിൾ ഇൻട്രസ്റ്റ്. അപ്പോൾ നമ്മൾ ഇവിടെ എന്താ പഠിച്ചത്? ഞാൻ 100 രൂപയാണ് ഇടുന്നതെന്നുണ്ടെങ്കിൽ 3 വർഷവും ഞാൻ 100 രൂപ ഇട്ടാൽ ടോട്ടൽ എനിക്ക് എത്ര പൈസയാവും? 100. ഈ 100ന് ബാക്കി 2 വർഷം 12% വെച്ച് 100ന്റെ 12%, ഒരു വർഷം 12 രൂപ. അങ്ങനെ ഈ രണ്ടും കൂടെ 24 രൂപയാവും. ഈ 100ന് ഈ വർഷം ഒരു 12 രൂപയാവും. ഈ 100ന് വേറെ പ്രശ്നമൊന്നുമില്ല. അപ്പോൾ ടോട്ടൽ 336 എന്ത് ചെയ്യുന്നത്, എഫക്റ്റീവായിട്ട് നമ്മൾ അടച്ചതായിട്ട് കണക്കാക്കുന്നത്. 100 വെച്ചേ അടയ്ക്കുന്നുള്ളൂ. എന്നാലും ആ ഒരു ഫസ്റ്റ് വർഷം അടച്ച 100, ബാക്കി 2 വർഷവും 24 രൂപ ഇൻട്രസ്റ്റ് തരും. അതായത് അടച്ചു, അല്ലെങ്കിൽ നമ്മളുടെ പ്രിൻസിപ്പിളിൽ നിന്ന് പിടിച്ചു, അല്ലെങ്കിൽ നമുക്ക് കിട്ടി എന്നുള്ള രീതിയിൽ ഇത് ഞാൻ ഓൾറെഡി കൺസെപ്റ്റ് പഠിപ്പിച്ചതാണ്. അപ്പോൾ 336 വാല്യൂയാണ് ക്വസ്റ്റ്യൻ തന്നിട്ടുള്ളത്. 35,455. ഓക്കെ, നമ്മൾ 100 വെച്ച് അടച്ചാൽ ഇത്രയും രൂപയാണ് എഫക്റ്റീവായിട്ട് ആവുന്നത്. എന്നാൽ എത്ര രൂപയാണ് ആനുവൽ ഇൻസ്റ്റാൾമെന്റ് അടയ്ക്കേണ്ടത്? 100ന്റെ വാല്യൂ ആണ് ക്വസ്റ്റ്യനിൽ ചോദിച്ചിട്ടുള്ളത്. അപ്പോൾ 100ന്റെ വാല്യൂ ചോദിച്ചിട്ടുള്ളത്, ഇതാണ് നമ്മുടെ കാൽക്കുലേഷൻ ചെയ്യേണ്ടത്. അപ്പോൾ കാൽക്കുലേഷൻ ചെയ്യുന്ന സമയത്ത് നിങ്ങൾ ഒരിക്കലും ഇതെന്താ അപ്രോക്സിമേറ്റ് ആൻസർ ആണ്. നിങ്ങൾക്ക് ഈസി ആയിട്ട് എന്ത് ചെയ്യാം, ഇവിടെ DTSM അപ്ലൈ ചെയ്യുന്ന ആവശ്യമില്ല. DTSM അപ്ലൈ കിട്ടത്തില്ല, കാര്യം അപ്രോക്സിമേറ്റഡ് ആണ്. അപ്പോൾ അപ്രോക്സിമേറ്റഡ് ആണെങ്കിൽ നിങ്ങൾക്ക് ചെയ്യാൻ പറ്റുന്ന കാര്യം എന്ന് പറഞ്ഞാൽ ഇതിനെ ഡയറക്റ്റ് ഒന്ന് ഡിവൈഡ് ചെയ്ത് നോക്കുക. ഒന്നുമില്ല, 354നെ 336 ഡിവൈഡ് ചെയ്യുമ്പോൾ 1 കിട്ടും. അപ്പോൾ ആൻസർ 1ലാണ് തുടങ്ങുന്നത്, എല്ലാം 1ലാണ്. അടുത്ത ഡിജിറ്റ് കിട്ടി കഴിഞ്ഞാൽ നമുക്ക് ആൻസറായി. കാര്യം ഓപ്ഷൻ കൂടെ നോക്കി. നിങ്ങൾ എപ്പോഴും ഓപ്ഷനിൽ ഒബ്സർവേഷൻ വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ഡെയിലി കാൽക്കുലേഷൻ എക്സസൈസ് ചെയ്യേണ്ടത് ഏറ്റവും മസ്റ്റ് ആണ്. മെയിൻസ് ലെവലിലുള്ള സൊല്യൂഷൻ ആയിരിക്കും ഞാൻ തരാൻ പോകുന്നത്. അപ്പോൾ ഇവിടെ ഇനി 18 ബാക്കി 185 336 പോകത്തില്ല. അടുത്തൊരു 0 ആണ് എടുത്തത്. അപ്പോൾ 1 തുറന്ന് ഓപ്ഷൻ ചെയ്തുണ്ട്. ഓപ്ഷൻ സി മാത്രമേ ഉള്ളൂ. നമ്മൾ ഓപ്ഷൻ സി എന്ത് ചെയ്യും, ഈസി ആയിട്ട് ആൻസർ ചെയ്യും. കാര്യം 1 11,000ന്റെ അടുത്തുള്ള ഓപ്ഷൻ അല്ലേ ഇത്. 109,999 ആയാലേ നമ്മൾ 11,000 സംതിങ് എഴുത്തുള്ളൂ. പക്ഷെ ഇത് അതിൻ്റെയും പോലും അടുത്തല്ല. ഒന്ന് നോക്കി കഴിഞ്ഞാൽ 105 തന്നെ വരുന്നതായിരിക്കും. അപ്പോൾ ഇത്ര മാത്രമേ അവിടെ കാൽക്കുലേഷൻ ചെയ്യാൻ പാടുള്ളൂ. അപ്പോൾ ഈ ക്വസ്റ്റിനകത്ത് എങ്ങനെയാണ് ഇത് എക്സാം മെത്തേഡ് എന്ന് പറഞ്ഞാൽ എന്താണ്? ആനുവൽ ഇൻസ്റ്റാൾമെന്റ് ആണ് വേണ്ടത്. ഡെപ്റ്റ് ഇത്രയാണ്, 3 വർഷമാണ്, 12% ആനമാണ്. അപ്പോൾ ഒരു വർഷം 100 അടച്ചാൽ നമുക്ക് എഫക്റ്റീവായിട്ട് എന്ത് വരും? ആദ്യം അടയ്ക്കുന്ന 100ന് ബാക്കി 2 വർഷം. അല്ലെങ്കിൽ നമ്മൾ പഠിച്ചു 3 × 100 300 അധികം 12 വെച്ച് എത്ര മാസത്തേക്ക്? 3 മാസം ആയതുകൊണ്ട് 3 കൂട്ടേണ്ട 2+1, അതായത് 12 3 36. ഇതെല്ലാം നിങ്ങളെ കൺസെപ്റ്റ് കംപ്ലീറ്റ് ആയിട്ട് പഠിപ്പിച്ചാണ്. വേണമെങ്കിൽ നിങ്ങൾക്ക് ബാക്കിലോട്ടുള്ള ഇൻസ്റ്റാൾമെന്റിന്റെ ക്ലാസ് കണ്ടാൽ കംപ്ലീറ്റ് ആവും. അപ്പോൾ 336ന്റെ വാല്യൂ ആണ് തന്നിട്ടുള്ളത്. നമുക്ക് ഇതിന്റെ വാല്യൂ വേണം, 100ന്റെ വാല്യൂ വേണം. അപ്പോൾ ബൈ 336 ഇവിടെ തന്നെ ചെയ്യാം. 10 തുടങ്ങുന്ന ഓപ്ഷൻ സി. അപ്പോൾ നിങ്ങളുടെ പേപ്പറിനകത്ത് ഈ 10 എന്ന് പറയുന്നത്, അല്ലെങ്കിൽ പേന എടുക്കാതെ വേണമെങ്കിലും എന്ത് ചെയ്യാം, പെൻ ഫ്രീ ആയിട്ട് ഈ ക്വസ്റ്റ്യൻ ചെയ്യാം. അപ്പോൾ ക്വസ്റ്റിനെ നമ്മൾ എങ്ങനെ കാണുന്നു എന്നതിനനുസരിച്ചിരിക്കും ആ ക്വസ്റ്റ്യൻ എടുക്കുന്ന സമയം. ഓക്കെ, അടുത്ത ക്വസ്റ്റ്യൻ രണ്ടാമത്. ഓൺ എ സർട്ടൻ റേറ്റ് ഓഫ് ഇൻട്രസ്റ്റ്, യെസ്, ഓൺ എ സർട്ടൻ റേറ്റ് ഓഫ് ഇൻട്രസ്റ്റ് എ സം ഓഫ് rupees 10,000 becomes ഇത്രയും
in certain years at compound interest. In half of the time given, the sum will be. In half of the time given, പകുതി സമയമാണെങ്കിൽ അത് എത്രയാവും? അപ്പോൾ അതിന് ആദ്യം എന്ത് വേണം? നമുക്ക് റേറ്റ് വേണം അല്ലേ? ഒരു സമയത്ത് 10,000 ഇത്രയാവുമെങ്കിൽ കോമ്പൗണ്ടസിലാണ് ഹാഫ് ഓഫ് ദ ടൈം എത്രയാണ്? അപ്പോൾ നമുക്ക് ഈ സെർട്ടൻ ഇയേഴ്സ് എത്രയാണെന്ന് നമുക്ക് അറിഞ്ഞൂടാം. സെർട്ടൻ കോമ്പൗണ്ടസ് നമുക്ക് അറിഞ്ഞൂടാം. അപ്പോൾ ഇവിടെ നമുക്ക് നോക്കാം. ഈ 20,736 എന്ന് പറഞ്ഞാൽ എന്താണെന്ന് അറിയോ? 20,736 10,000 എന്ന് പറഞ്ഞാൽ 100ന്റെ സ്ക്വയർ. 20,736 എന്ന് പറഞ്ഞാൽ നോക്ക് 6 യൂണിറ്റ് വരണമെങ്കിൽ ഞാൻ SSC GD ഒരു ക്ലാസ്സിൽ സിമ്പിളായിട്ട് നിങ്ങളെ ഞാൻ പഠിപ്പിച്ചിട്ടുണ്ട്. എന്താണ് സ്ക്വയർ കണ്ടുപിടിക്കുന്നത്. അപ്പോൾ ഇവിടെ 6 അവസാനമെങ്കിൽ യൂണിറ്റ് 4 അല്ലെങ്കിൽ 4 സ്ക്വയറും വരാം 6 വരാം 4 അല്ലെങ്കിൽ 6 വരാം. പിന്നെ ബാക്കിയുള്ള നമ്പർ നോക്കുക 207. തൊട്ടടുത്തുള്ള സ്ക്വയർ ഏതാണ്? 14ന്റെ സ്ക്വയർ. തൊട്ടടുത്തുള്ള 14ന്റെ സ്ക്വയർ. ഒന്നെങ്കിൽ 147ന്റെ സ്ക്വയർ അല്ലെങ്കിൽ 146ന്റെ സ്ക്വയർ. അപ്പോൾ 145ന്റെ സ്ക്വയർ എന്ന് പറഞ്ഞാൽ എന്താണ്? 14 × 15 25 എഴുതാം. 14 × 15 14 × 15 എന്ന് പറയുമ്പോൾ 210. 210 25 എന്ന് പറഞ്ഞാൽ 145ന്റെ സ്ക്വയർ. അപ്പോൾ അതിലും കുറവല്ലേ ഈ എഴുതി വെച്ചേക്കുന്നത്. അപ്പോൾ ഈ നമ്പർ എന്താണ്? 147ന്റെ സ്ക്വയർ ആണ്. അപ്പോൾ ഞാൻ റേഷ്യോ എടുക്കുന്ന സമയത്ത് എനിക്ക് എന്ത് കിട്ടും? 144ന്റെ സ്ക്വയറെ ബൈ 100ന്റെ സ്ക്വയർ ആണ് എഴുതി വെച്ചേക്കുന്നത്. അപ്പോൾ അതിൻ്റെ അർത്ഥം എന്ന് പറഞ്ഞാൽ ഇത് 10 എന്ന് പറഞ്ഞാൽ എത്ര ആവും? 10 12 ആവും. 10 12 ആവും. 10 12 ആവുന്ന കേസാണ്. ഓക്കെ, ആ 10 12 ആവുന്ന കേസാണ്. അതായത് ഇവിടെ എത്രയാണ്? അതായത് 2 വർഷം 2 ഇയേഴ്സ് ആണ് നമ്മുടെ ടൈം എന്ന് പറയുന്നത്. അതുപോലെ റേറ്റ് എന്ന് പറഞ്ഞാൽ എന്താണ്? 10ൽ 1 വർഷം ആകുമ്പോൾ എന്താവും? 10 12 ആവും. അതായത് 20% എന്തെന്ന് പറയുന്നത് ഒരു വർഷത്തെ റേറ്റ് എന്നാണ്. 2 ഇയേഴ്സ് ആണ് ടോട്ടൽ ടൈം. പിന്നെ ഇത് എന്താ പറഞ്ഞാൽ ഇൻ ഹാഫ് ഓഫ് ദ ടൈം ദ സം വിൽ ബി. ഹാഫ് ഓഫ് ദ ടൈം എന്ന് പറഞ്ഞാൽ എന്താ? ഇതിന്റെ പകുതി. അതായത് ഒരു വർഷത്തിൽ ഈ സം എന്താവും? 10,000 എന്നുള്ളത് ഇതിന്റെ 20% കൂടി. 10,000ന്റെ 20% എന്ന് പറഞ്ഞാൽ 10% 1000 ആണ്. ഓക്കെ, ഹാഫ് ഓഫ് ദ ടൈം ഗിവൺ. ഹാഫ് ഓഫ് ദ ടൈം ഗിവൺ എന്ന് പറയുമ്പോൾ ഇതിന്റെ പകുതി സമയമാണല്ലോ. 2 വർഷത്തെ കേസല്ലേ പറയുന്നത്? അതെ. അല്ലെങ്കിൽ വേറൊരു പരിപാടിയുണ്ട്. ഓക്കെ, ഇങ്ങനെ ചെയ്താൽ പറ്റത്തില്ല. നമുക്ക് ടൈം 2 വർഷമാണെന്ന് നമുക്ക് ഉറപ്പിച്ച് പറയാൻ പറ്റത്തില്ല. 2 വർഷം തന്നിട്ടുണ്ടെങ്കിൽ നമുക്ക് അങ്ങനെ റൂട്ട് കണ്ടുപിടിക്കാൻ പറ്റത്തുള്ളൂ. അപ്പോൾ ഇവിടെ വേറൊരു ട്രിക്ക് ഉണ്ട്. വേറെ ട്രിക്ക് എന്ന് പറഞ്ഞാൽ ഒന്നുമില്ല. നമുക്ക് എന്തായാലും നമുക്കറിയാം എമൗണ്ട് ഈക്വൽ കുറച്ച് ഇമ്പോർട്ടൻറ്റ് ക്വസ്റ്റൻ ആണ്. അതുകൊണ്ടാണ് നല്ല ക്വസ്റ്റൻസ് ആണ് ഇവിടെ മെയിൻസ് ലെവലിൽ ഞാൻ എടുത്തിട്ടുള്ളത്. അപ്പോൾ നമുക്കറിയാം എമൗണ്ട് ഈക്വൽ ടു എമൗണ്ട് ഞാൻ ഇക്വേഷൻ എഴുതി കഴിഞ്ഞാൽ എമൗണ്ട് ഈക്വൽ ടു പ്രിൻസിപ്പൽ ഇൻറ്റു 1 + r/100 റേസ് ടു n ആണ്, അല്ലെങ്കിൽ t ആണ്, ടൈമാണ്. അപ്പോൾ ഇവിടെ ഞാൻ എമൗണ്ട് എഴുതുവാണ്. ബിക്കംസ് 20,736 ഈക്വൽ ടു പ്രിൻസിപ്പൽ 10,000 ആണ്. ഞാൻ എന്ത് ചെയ്യുന്നു? താഴോട്ട് കൊണ്ടുവരുന്നു. 10,000 × 1 + r/100 റേസ് ടു t. ഇങ്ങനെയാണ് തന്നിട്ടുള്ളത്. അപ്പോൾ ഇത് നമ്മൾ എടുക്കുന്ന സമയത്ത് എനിക്കറിയാം ഇത് 144ന്റെ സ്ക്വയറും ഇത് 100ന്റെ സ്ക്വയറുമാണ്. രണ്ടിൻ്റെയും സ്ക്വയർ ആണ്. അതാണ് ഈ തന്നിട്ടുള്ളത്. 1 + r/100 റേസ് ടു t എന്ന് തന്നിട്ടുള്ളത്. 1 + r/100 റേസ് ടു t എന്ന് തന്നിട്ടുള്ളത്. ക്വസ്റ്റ്യൻ എന്താ ചോദിച്ചിട്ടുള്ളത്? ക്വസ്റ്റ്യൻ ചോദിച്ചിട്ടുള്ളത് ഇൻ ഹാഫ് ഓഫ് ദ ഗിവൺ ടൈം. അപ്പോൾ ഹാഫ് ഓഫ് ദ ഗിവൺ ടൈമിൽ സം എന്താവും? അപ്പോൾ നമ്മുടെ ആൻസർ എന്ന് പറഞ്ഞാൽ എന്താണ്? ആൻസർ എന്ന് പറഞ്ഞാൽ ഹാഫ് ഓഫ് ദ ഗിവൺ ടൈം ആണ്. അപ്പോൾ ഹാഫ് ഓഫ് ദ ഗിവൺ ടൈം എന്ന് പറഞ്ഞാൽ പ്രിൻസിപ്പൽ എത്രയാണ്? നമ്മുടെ 10,000 തന്നെയാണ്. അതേ ഇൻറ്റു 1 + r/100 റേറ്റ് സെയിം തന്നെയാണ്. റേസ് ടു t/2 ആണ് വേണ്ടത്. ഓക്കെ, അപ്പോൾ നമ്മുടെ ആൻസർ എന്ന് പറഞ്ഞാൽ ഇതാണ്. അല്ലെങ്കിൽ ആൻസർ എന്ന് പറഞ്ഞാൽ ഇതാണ്. ഹാഫ് ഓഫ് ദ ടൈമിൽ എത്ര ആവും? t എന്ന് പറഞ്ഞാൽ t/2 ആവും. അപ്പോൾ ഇതിന്റെ വാല്യൂ നമുക്ക് 1 + r/100ന്റെ വാല്യൂ ഇവിടെ കണ്ടുപിടിച്ചൂടെ? അല്ലെങ്കിൽ t/2 കണ്ടുപിടിച്ചൂടെ? അപ്പോൾ എന്ത് ചെയ്താൽ ഇവിടെ റൂട്ട് എടുക്കുന്നു, ഇവിടെ റൂട്ട് എടുക്കുന്നു. കുറച്ച് നല്ല ക്വസ്റ്റൻ ആണ്. റൂട്ട് എടുക്കുന്ന സമയത്ത് എന്ത് കിട്ടും? 144ന്റെ സ്ക്വയറും 100ന്റെ സ്ക്വയറുമാണ്. റൂട്ട് എടുക്കുമ്പോൾ 144/100. നമ്മൾ ആദ്യം ചെയ്ത മെത്തേഡ് എന്തുകൊണ്ടാണ് വർക്ക് ചെയ്യാത്തത്? അവിടെ 2 വർഷമാണെന്ന് പറഞ്ഞാൽ മാത്രമേ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റൂ? 10 12 ആയി അല്ലെങ്കിൽ 20% എന്ന് പറയാൻ പറ്റൂ. ഇവിടെ റേറ്റ് അതല്ല. നമുക്ക് അറിഞ്ഞൂടാ, ടൈമിന്റെ കാര്യം തന്നിട്ടില്ല ക്വസ്റ്റ്യൻ. അപ്പോൾ ഞാൻ ഇവിടെ റൂട്ട് എടുക്കുന്നു, ഇവിടെ എന്ത് ചെയ്യുന്നു? റൂട്ട് എടുക്കുന്നു. ഒരു സാധനത്തിന് റൂട്ട് എടുക്കുക എന്ന് പറഞ്ഞാൽ എന്താ? പവർ. ഇപ്പം 25ന്റെ റൂട്ട് എടുക്കുക എന്ന് പറഞ്ഞാൽ റേസ് ടു 1/2 കൊണ്ട് മൾട്ടിപ്ലൈ ആണ് പവറിനെ. അപ്പോൾ ഇവിടെ എന്ത് ചെയ്യാണ്? 1 + r/100 റേസ് ടു t ആണ്. അതേ ഇൻറ്റു 1/2. അപ്പോൾ t/2 എന്ന് വരും. അപ്പോൾ നമുക്ക് 1 + r/100 റേസ് ടു t/2ന്റെ വാല്യൂ നമുക്ക് കിട്ടി. അതെടുത്തിട്ട് എന്ത് ചെയ്യണം? ഇവിടെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യണം. അപ്പോൾ നമ്മുടെ ഫൈനൽ ആൻസർ എന്ന് പറഞ്ഞാൽ എന്ത് വരും? ഞാൻ ഒന്നുകൂടെ പറഞ്ഞുതരാം. ഫൈനൽ ആൻസർ എന്ന് പറഞ്ഞാൽ എന്ത് വരും? 10,000 × 1 + r/100 റേസ് ടു t/2 ആണ്. അതിന് പകരം 144/100 എന്ന് എഴുതാം. നമ്മുടെ ആൻസറിനകത്ത് ആരെയാണ്? 144 20. ഓപ്ഷൻ ബി. കുറച്ച് അടിപൊളി ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ക്വസ്റ്റൻ ആണ്. ഇത് ചെയ്തിട്ട് പോകേണ്ട ടൈപ്പ് ക്വസ്റ്റൻ ആണ്. ഓക്കെ, പല സ്ഥലത്ത് പല PDF കാര്യങ്ങളൊക്കെയാണ് ക്വസ്റ്റൻസ് എടുക്കുന്നത്. റിലവൻ്റ് ആയിട്ടുള്ള PDF നിന്നും. അപ്പോൾ ഒരു റേറ്റ് ഓഫ് ഇൻട്രസ്റ്റിൽ സം ഇത്രയാവും. സെർട്ടൺ ഇയേഴ്സ് നമുക്ക് അറിഞ്ഞൂടാ, ഇയേഴ്സ് അറിഞ്ഞൂടാ. അപ്പോൾ ഇൻ ഹാഫ് ഓഫ് ദ ഗിവൺ ടൈം സം എന്താവും? അപ്പോൾ നമ്മുടെ ആൻസർ എന്ന് പറഞ്ഞാൽ 10,000 രൂപ. ഇപ്പോൾ ചില സ്ഥലത്ത് നമ്മൾ ഫോർമുല അപ്ലൈ ചെയ്യേണ്ടി വരും. റെയർലിയേ എന്ത് ചെയ്തുള്ളൂ? എൻ്റെ ക്ലാസ് കണ്ടിട്ടുള്ളവർ അറിയാം. കോമ്പൗണ്ടസിലൊന്നും നമ്മൾ ഫോർമുല അപ്ലൈ ചെയ്യാറില്ല. നമ്മൾ സക്സസീവ് പെർസെൻറ്റേജും
മൾട്ടിപ്പിൾ ഒക്കെ വെച്ചിട്ടാണ് ചെയ്യുന്നത്. അപ്പോൾ 10,000 രൂപ 1 + r/100 റേസ് ടു ഇപ്പോൾ എത്രയാണോ ഉള്ളത് അതിൻ്റെ പകുതി സമയം. അപ്പോൾ ഇപ്പോൾ ഉള്ളത് കണ്ടുപിടിക്കാൻ വേണ്ടിയാണ് നമ്മൾ എന്ത് ചെയ്തത് 20,736/10,000 എടുത്തു. അതെന്ന് പറയുന്നത് 1 + r/100 റേസ് ടു ടി ആണ്. ഇപ്പോൾ റൂട്ട് എടുത്തപ്പോൾ ഇവിടെ റൂട്ട് എടുത്തു, ഇവിടെ റൂട്ട് എടുത്തു. ഇപ്പോൾ എന്ത് കിട്ടി? t/2 കിട്ടി. ഇതിൻ്റെ റൂട്ട് എടുക്കുമ്പോൾ നമ്മൾ പഠിച്ചു 144. ഈ റൂട്ട് വരുന്നതൊക്കെ SSC GD എന്ന് പറയുന്നത്. അപ്പോൾ ഞാൻ പറഞ്ഞു ഒരിക്കലും മെയിൻസിൻ്റെ ലെവൽ എന്ന് പറഞ്ഞാൽ ബേസ് മുതൽ പിന്നെയും പഠിക്കുന്നതല്ല, നിങ്ങൾ കണ്ടിരിക്കണം. ക്ലാസ് കണ്ടുള്ളവർക്ക് മാത്രമേ എന്താകത്തുള്ളൂ ഇതിൻ്റെ ഗുണം കിട്ടത്തുള്ളൂ. കുറച്ച് അടിപൊളിയായിട്ടുള്ള ക്വസ്റ്റ്യനാണ്. അടുത്ത മൂന്നാമത്തെ ടൈപ്പ്. ഷബാസ് ഇൻവെസ്റ്റഡ് എ സം ഓഫ് റുപ്പീസ് ഇത്രയും 2,50,000 in 2 parts. He earned 11% per annum simple interest on part 1 and 10% per annum compound interest on annually after 2 years. Compound annually after 2 years. Compound annually അവിടെ കഴിഞ്ഞു. After 2 years 5,370. Then find the sum invested on simple. Question അതെന്താ പ്രശ്നമുണ്ടല്ലോ. He earned 11% per annum simple interest part 1 and 10% compound interest on compound annually. 10% compound interest compounded annually after 2 years. ഓക്കെ, ഇവിടെ നമുക്ക് കുറച്ച് എഡിറ്റ് ചെയ്യാനുണ്ട്. അതിൻ്റെ അർത്ഥം എന്ന് പറഞ്ഞാൽ ഇത്രയും രൂപ കിട്ടു. ഫസ്റ്റിൽ 11% കിട്ടി സിമ്പിൾ ഇൻട്രസ്റ്റിൽ ആൻഡ് 10% per annum compound interest on part compound annually on part 2. Then after 2 years his total interest എത്രയാണ്? ഹിസ് ടോട്ടൽ ഇൻട്രസ്റ്റ് ആണ് 5,370. Then find the sum interest on simple interest. അത് പാർട്ട് 1 ഇട്ടത് എത്രയാണ്? അപ്പോൾ ഈ ടൈപ്പ് അലിഗേഷൻ ചെയ്യുന്നവരുണ്ട്. പക്ഷേ നമുക്കിവിടെ ഈസിയായിട്ട് ചെയ്യാൻ പറ്റുന്ന വഴി എന്ന് പറഞ്ഞാൽ ഞാൻ സിമ്പിൾ ഇൻട്രസ്റ്റിൽ ഇടുന്നു, അതുപോലെ കോമ്പൗണ്ട് ഇൻട്രസ്റ്റ് ഇടുന്നു. സിമ്പിൾ ഇൻട്രസ്റ്റിലും കോമ്പൗണ്ട് ഇൻട്രസ്റ്റിലാണ് എന്ത് ചെയ്യുന്നത്? ഇൻവെസ്റ്റ് ചെയ്യുന്നത്. സിമ്പിൾ ഇൻട്രസ്റ്റിൽ 11% വെച്ച് 2 വർഷത്തേക്ക് 22% ഓഫ് പ്രിൻസിപ്പൽ കിട്ടും. കോമ്പൗണ്ട് ഇൻട്രസ്റ്റിലാണെങ്കിൽ 10% വെച്ച് 2 വർഷത്തേക്ക് 21% ആണ് കിട്ടുന്നത്. 10% സക്സസ് ചെയ്യും. അപ്പോൾ ഞാൻ പറയുകയാണ് രണ്ടിടത്തും സെയിം എമൗണ്ട് ആണ്, അല്ലെങ്കിൽ ഇവിടെയും 21 കിട്ടി, ഇവിടെ 21 കിട്ടി എന്ന് പറയുന്നത്. അപ്പോൾ നമുക്ക് ഓവറോൾ എന്ത് കിട്ടും? ഓവറോൾ പ്രിൻസിപ്പലിൻ്റെ, അതായത് 25,000 രൂപയുടെ 21% എന്ത് കിട്ടും? എനിക്ക് ഇൻട്രസ്റ്റ് കിട്ടും. പിന്നെ 21% എന്ന് പറഞ്ഞാൽ 1% 250 ആണ്. ഒരു നമ്പറിന്റെ 10% ഒരു സ്ഥാനം മാറ്റി പോയിന്റ് ഇടുക, ഒരു സ്ഥാനത്തിന് ഒരു സ്ഥാനം കൂടെ മാറ്റി പോയിന്റ് ഇടുക. അപ്പോൾ 250 × 21 ആണ്. 25 × 21 എന്ന് പറയുമ്പോൾ 500 525 ആണ്. അപ്പോൾ 525.0 രൂപ 5,250 ആയിരുന്നു കിട്ടേണ്ടത്. രണ്ട് സ്ഥലത്തും 21% വെച്ച് കിട്ടിയിരുന്നു എന്നുണ്ടെങ്കിൽ. പക്ഷേ നമുക്ക് എത്ര ഇൻട്രസ്റ്റ് കിട്ടിയത്? 5,370. അപ്പോൾ ഇത് തന്നെയാണ് മെയിൽ പോപ്പുലേഷൻ ഫീമെയിൽ പോപ്പുലേഷന്റെ ടൈപ്പ് ക്വസ്റ്റ്യൻ ഇങ്ങനെയാണ് ചെയ്യുന്നത്. ഇത് ഞാൻ ചെയ്ത് തന്നിട്ടുള്ളതാണ്. അപ്പോൾ ഈ ഡിഫറൻസ് എത്ര വന്നു? നമുക്കിവിടെ 120 വ്യത്യാസം വന്നു. അപ്പോൾ എന്തുകൊണ്ടാണ് ഈ 120 വ്യത്യാസം വന്നത്? നമ്മളിവിടെ സിമ്പിൾ ഇൻട്രസ്റ്റിൽ വെച്ച എമൗണ്ടിന്റെ 1% എന്ത് ചെയ്തിട്ടില്ല, നമ്മൾ കാൽക്കുലേറ്റ് അല്ലെങ്കിൽ എടുത്തിട്ടില്ല, 21 എടുത്തിട്ടുള്ളൂ. അപ്പോൾ 1% ഓഫ് സിമ്പിൾ ഇൻട്രസ്റ്റിൽ വെച്ച സാധനം ആണ് 120 രൂപ. 100% നമ്മൾ ചോദിച്ചിട്ടുള്ള സം ഇൻവെസ്റ്റ് ആണ്. സം ഇൻവെസ്റ്റഡ് ഇൻ സിമ്പിൾ ഇൻട്രസ്റ്റ് പറഞ്ഞാൽ അതിൽ ഇൻവെസ്റ്റ് ചെയ്തതിന്റെ 100% ആണ്. അപ്പോൾ നമുക്ക് എന്ത് കിട്ടും? 120 20. ഓപ്ഷനിലില്ല, നൺ ഓഫ് ദിസ് ആണ് ആൻസർ. 120 20. ഇതാണ് നമ്മുടെ ആൻസർ. ഇനി മറ്റേതിൽ ഇട്ട ചോദിച്ചു കഴിഞ്ഞാൽ എന്ത് ചെയ്താൽ മതി? നമുക്ക് 1% കിട്ടി, 120 20. ബാക്കിയുള്ള 13,000 ആണ് എവിടെ ഇട്ടത്? ഇതാണ് നമ്മുടെ കോമ്പൗണ്ടസിൽ ഇട്ടത്. ഈ ഒരു ടൈപ്പിന്റെ ഈ ഒരു മെത്തേഡ് മനസ്സിലാക്കിയാൽ ഈ ക്വസ്റ്റ്യൻ എന്താണ്? പേന എടുക്കാതെ ചെയ്യുന്നതാണ്. അപ്പോൾ പേന എടുക്കാതെ ചെയ്യുന്നതൊന്നും ട്രിക്കല്ല, അത് നമ്മൾ പഠിച്ച കാര്യങ്ങൾ എന്ത് ചെയ്യണം? ഫാസ്റ്റ് ആയിട്ട് ചെയ്യുക എന്നുള്ളതാണ്. അപ്പോൾ ഇതിനും ബേസിക് ആയിട്ട് നമ്മൾ ആദ്യം പഠിക്കണം. ഞാൻ ഇവിടെ എഴുതുന്നത് ഒരു മോഡറേറ്റ് ആയിട്ടുള്ള മെത്തേഡാണ്. ഇവിടെ നമുക്ക് 11% വെച്ച് സിമ്പിൾ ഇൻട്രസ്റ്റ് 22 ആണ്. 10% കോമ്പൗണ്ടസ് 21% കിട്ടത്തുള്ളൂ. ഇപ്പോൾ രണ്ടിടത്ത് 21 കിട്ടിക്കഴിഞ്ഞാൽ ഇതിന്റെ 21% കിട്ടും. ഇതിന്റെ 21% 21 × 25 525 ആണ്. 5,250 കിട്ടും. ഡിഫറൻസ് 120 ആണ്. 120 എന്ന് പറഞ്ഞാൽ സിമ്പിൾ ഇൻട്രസ്റ്റിന്റെ 1% വാല്യൂ ആണ്. 100% വാല്യൂ 12 20. 120 20. അപ്പോൾ പേന എടുക്കാതെ വേണമെങ്കിൽ ചെയ്യാം, പക്ഷെ അതൊക്കെ നിങ്ങളുടെ പ്രാക്ടീസ് എത്രത്തോളം ഉണ്ടെന്ന് അനുസരിച്ചിരിക്കും. ക്ലാസ് കണ്ടിട്ടുള്ളവരാണെങ്കിൽ നിങ്ങൾക്ക് ഇങ്ങനെ ചെയ്യാൻ പറ്റും. നമ്മൾ ഇതേപോലെയാണ് എല്ലാ ക്ലാസ്സിലും എന്ത് ചെയ്യുന്നത്? ക്ലാസ്സിൽ ക്വസ്റ്റ്യൻസ് ചെയ്യുന്നത് എല്ലാം പഠിപ്പിച്ചിട്ട്. അടുത്ത 4ാമത്തെ ക്വസ്റ്റ്യൻ. യെസ്, നോക്കാം. എ ബാങ്ക് claims to be lending money at a simple interest, but bank includes the interest every 4 months for calculating the principal. If bank is charging an interest of 21% per annum, the effective rate of interest becomes. Okay, അപ്പോൾ ഇവിടെ ബാങ്ക് പറയുന്നത് നല്ലൊരു ക്വസ്റ്റ്യൻ ആണ്. ബാങ്ക് മണി എന്താണ്? സിമ്പിൾ ഇൻട്രസ്റ്റിലാണ് കൊടുക്കുന്നത് എന്ന് പറയുന്നു. പക്ഷേ ബാങ്ക് ഇൻക്ലൂഡ്സ് ദ ഇൻട്രസ്റ്റ് എവറി 4 months ഫോർ കാൽക്കുലേറ്റിംഗ് പ്രിൻസിപ്പൽ. അപ്പോൾ എല്ലാ 4 മാസവും ഇൻട്രസ്റ്റ് കണക്കാക്കുക എന്ന് പറഞ്ഞാൽ ഇൻട്രസ്റ്റ് 21% per annum ആണ്. അതായത് 12 മാസത്തേക്കാണ് 21% എന്ന് അവർ പറയുന്നത്. പക്ഷേ 12 മാസത്തേക്കാണ് 21%. പക്ഷേ എന്ത് ചെയ്യുന്നു? ഓരോ 4 മാസം കൂടുമ്പോഴും ആ ബാങ്ക് എന്ത് ചെയ്യുകയാണ്? അവിടെ ഇൻട്രസ്റ്റ് കണക്കാക്കുകയാണ്. അതായത് എഫക്റ്റീവായിട്ട് അതിനെത്ര ഓരോ 4 മാസം കൂടുമ്പോഴും അല്ലേ? ഓരോ 4 മാസം 12 മാസത്തേക്കാണ് 21%,
ബാങ്ക് ഈസ് ചാർജിങ് ഇൻട്രസ്റ്റ് റേറ്റ് 21% per annum. ദെൻ ദ എഫക്റ്റീവ് റേറ്റ് ഓഫ് ഇൻട്രസ്റ്റ് ആണ് വേണ്ടത്. ഇപ്പോൾ 12 മാസത്തേക്കാണ് 21%, എന്നാൽ 4 മാസത്തേക്ക് പക്ഷെ എന്താണ് എവറി 4 മന്ത്. ഇപ്പോൾ 4 മന്തിൽ എഫക്റ്റീവ് വരുമ്പോൾ നമുക്ക് എന്ത് ചെയ്യും, ഇവിടെ 21/3 7%. അതായത് 7%ആണ് എന്ത് ചെയ്യുന്നത്, ഓരോ 4 മാസവും ഓരോ 4 മന്തും എവരി 4 മന്തും എന്ത് ചെയ്യുന്നത് ബാങ്ക് കണക്കാക്കുന്നത് 7% വെച്ചാൽ. അങ്ങനെ നമുക്ക് എന്ത് വേണം, നമുക്ക് വാട്ട് ഇസ് എഫക്റ്റീവ് റേറ്റ് ഓഫ് ഇൻട്രസ്റ്റ്. എഫക്റ്റീവ് റേറ്റ് ഓഫ് ഇൻട്രസ്റ്റ് എന്താണ്, പെർ ഇയർ ആണ്, പെർ ഇയർ അല്ലെങ്കിൽ പെർ ആനുമാണ്. 4 മാസത്തേക്ക് 7% ആണെങ്കിൽ ഓരോ 4 മാസം കൂടുമ്പോഴും എന്ത് ചെയ്യാണ്, 4 മാസം കണക്കാക്കുന്നു, അടുത്ത 4 മാസത്തേക്ക് കണക്കാക്കുന്നു, അടുത്ത 4 മാസത്തേക്ക് കണക്കാക്കുന്നു. അതായത് 7% വെച്ച് എന്താണ് സക്സസീവായിട്ട്. സക്സസീവ് ആണ്. ഇവിടെ കോമ്പൗണ്ട് ഇൻട്രസ്റ്റ് ആയിട്ട് വരും, സിമ്പിൾ ഇൻട്രസ്റ്റ് ആയിട്ട് ഒരിക്കലും സംഭവിക്കത്തില്ല. 7% വരുന്നു, പിന്നെ ആ പ്രിൻസിപ്പളും ഇൻട്രസ്റ്റ് കൂടെ ഇവിടെ വരുന്നു, അത് രണ്ടും കൂടെ ചേർത്ത് അതിന്റെ 7% ഇവിടെ നിന്ന് എടുക്കുന്നു, അങ്ങനെ അതിന്റെ കൂടെ ഇൻട്രസ്റ്റ് ചേർക്കുന്നു, അങ്ങനെ 7% വെച്ച് 3 പ്രാവശ്യത്തെ സക്സസീവ് ആണ് നമ്മുടെ റേറ്റ് എന്ന് പറയുന്നത്. 7 വെച്ച് 3 21, ആൻസർ 21 കൂടുതലായിരിക്കും. ഇതിന് ഫോമുല ഉണ്ട്, ഫോമുല വെച്ച് വേണമെങ്കിൽ ചെയ്യാം. കാണാതെ പഠിക്കുന്നെങ്കിൽ 22.504 ആണ്. ഇപ്പൊ 3a ഫോമുല ഉണ്ട്, 3a സ്ക്വയർ a ക്യൂബ്. ഇപ്പൊ a എന്ന് പറഞ്ഞാൽ ഇവിടെ 7 ആണ്, a എന്ന് പറഞ്ഞാൽ ഇവിടെ 7 ആണ്. അപ്പോൾ ഇവിടെ 3a എന്ന് പറഞ്ഞാൽ എത്രയാണ്, 21. ഞാൻ പറഞ്ഞില്ല 21, 3a സ്ക്വയർ 21 ഇൻറ്റു 3a സ്ക്വയർ 21 ഇൻറ്റു 7 147. അതിന് 47 എടുത്തോളൂ. ആ ഒന്ന് ശിഷ്ടം ഇവിടെ കൊടുക്കും, 22.47. a ക്യൂബ് 7 ക്യൂബ് 343. 2 ഡിജിറ്റ് എഴുത്തുള്ളൂ, 4 3 ഇവിടെ എഴുതി, ആ 3 ഇപ്പുറത്ത് കൊടുത്തു. അപ്പോൾ 22.5043% അല്ലെങ്കിൽ 22.504%. 3യുടെ ആവശ്യമില്ല, ഓപ്ഷൻ എ നമുക്ക് ആൻസർ കൊടുക്കാം. അപ്പോൾ 3a സ്ക്വയർ a ക്യൂബ് ഒരേ നമ്പർ സെയിം, എയുടെ വാല്യൂ എന്ന് പറഞ്ഞാൽ ഒരു എന്താണ് ഒരു പെർസെൻറ്റേജ് വാല്യൂ ആണ്. അത് സെയിം പോലെ 3 വർഷം ഇൻക്രിമെന്റ് ഉണ്ടെങ്കിൽ, സക്സീവ് ഇൻക്രിമെന്റ് ആണെങ്കിൽ അതിന്റെ ഓവറോൾ ഇൻക്രിമെന്റ് അല്ലെങ്കിൽ എഫക്റ്റീവ് റേറ്റ് ഓഫ് ഇൻക്രീസ് 3 ഇയറിൽ കണ്ടുപിടിക്കാനുള്ള ഫോമുലയാണ് 3a സ്ക്വയർ a ക്യൂബ്. ഇവിടെ 3a സ്ക്വയറും a ക്യൂബും ചെയ്യുന്ന സമയത്ത് 2 ഡിജിറ്റ് എന്ത് ചെയ്യത്തുള്ളൂ, നമ്മൾ എഴുതത്തുള്ളൂ, ബാക്കിയുള്ളത് ലെഫ്റ്റിലോട്ട് കൊടുക്കും. ഇത് കുറേ പേർക്ക് പുതിയ അറിവായിരിക്കും, നല്ലൊരു സംഭവമാണ്. അല്ലെങ്കിൽ പിന്നെ 7 സക്സീവ് എടുക്കുക, 14 7 14.49 പ്ലസ് 7 പ്ലസ് കാൽക്കുലേഷൻ വരും, 14.49 ഇൻറ്റു 7/100 നമുക്ക് ചെയ്ത് കാൽക്കുലേഷൻ വരും. ബെസ്റ്റ് എന്താണ് ഇത് പഠിച്ചു വെക്കുക എന്നുള്ളതാണ്. അതുകൊണ്ട് ഓരോരോ പുതിയ കാര്യങ്ങൾ എന്ത് ചെയ്യും, നിങ്ങൾക്ക് ഈ ഒരു ബാച്ചിലൂടെ കിട്ടിക്കൊണ്ടിരിക്കും. ഒരുപാട് കാര്യങ്ങൾ നിങ്ങൾക്ക് പുതുതായിട്ട് കിട്ടും. അപ്പോൾ നമ്മൾ ബാച്ച് തുറന്ന സമയത്ത് ഇങ്ങനെ മിക്സഡ് ആയിട്ട് എന്ത് ചെയ്യും, ആഴ്ചയിൽ 4-5 ദിവസം ഇതേപോലെ ഒരു 100 ക്വസ്റ്റ്യൻ വെച്ച് ചെയ്തു പോയാൽ നിങ്ങളുടെ ആ ഒരു എക്സ്ട്രാ ആയിട്ട് കിട്ടേണ്ട, നിങ്ങൾക്ക് ജോലി കിട്ടേണ്ട ഐറ്റംസ് ഉണ്ടല്ലോ, അത് നിങ്ങൾക്ക് കിട്ടും. ഓക്കെ, അടുത്ത 5ാമത്തെ ക്വസ്റ്റ്യൻ, അടുത്ത LCM HCFന്റെ ക്വസ്റ്റ്യൻസ്. ഓക്കെ, ക്വസ്റ്റ്യൻ ചോദിച്ചുള്ളത് വാട്ട് ഇസ് LCM ഓഫ് a ക്യൂബ് b മൈനസ് ab ക്യൂബ് a ക്യൂബ് b സ്ക്വയർ പ്ലസ് a സ്ക്വയർ b ക്യൂബ് ആൻഡ് ab ഇൻറ്റു a പ്ലസ് b. ഇപ്പോൾ LCM എന്താണെന്ന് നിങ്ങൾക്ക് അറിയാം, LCM HCFന്റെ ക്ലാസ് ഓൾറെഡി ഇവിടെ ചെയ്തിട്ടുള്ളതാണ്. LCM എന്ന് പറഞ്ഞാൽ ലീസ്റ്റ് കോമൺ മൾട്ടിപ്പിൾ, ഇതിനകത്തെല്ലാം എന്ത് വേണം, കോമൺ ആയിട്ടുള്ള മൾട്ടിപ്പിൾ ആണ് വേണ്ടത്. അപ്പോൾ എനിക്ക് ഈ a ക്യൂബ് b എന്ത് പറയാം, a ക്യൂബ് b മൈനസ് a b ക്യൂബ് കോമൺ ആയിട്ടുള്ള എടുക്കാം. a b കോമൺ ആയിട്ടുണ്ട്, a b ഇൻറ്റു a b കോമൺ എടുത്തു കഴിഞ്ഞാൽ a സ്ക്വയർ മൈനസ് b സ്ക്വയർ വരും. അതുപോലെ രണ്ടാമത്തേനെ ഇതിനകത്ത് നിന്ന് എന്ത് ചെയ്യാം, a b കോമൺ എടുക്കാം. a b കോമൺ എടുത്തു കഴിഞ്ഞാൽ ഇവിടെ a സ്ക്വയർ b മൈനസ് a b സ്ക്വയർ വരും. രണ്ടിൽ a സ്ക്വയർ b സ്ക്വയർ കോമൺ എടുക്കാം, a സ്ക്വയർ b സ്ക്വയർ കോമൺ എടുക്കാം, a സ്ക്വയർ b സ്ക്വയർ കോമൺ എടുക്കാം. യെസ്, അതിന് കോമൺ ആയിട്ടുള്ളത് മാക്സിമം എടുക്കാം കേട്ടോ, മാക്സിമം കോമൺ ആയിട്ടുള്ളത് എടുക്കാം. ഇപ്പം രണ്ടാമത്തേന് എനിക്ക് എങ്ങനെ എഴുതാം, രണ്ടാമത്തേന് എനിക്ക് a സ്ക്വയർ b സ്ക്വയർ കോമൺ എടുക്കാം. a സ്ക്വയർ b സ്ക്വയർ കോമൺ എടുക്കുന്ന സമയത്ത് a ഉണ്ട് മൈനസ് പ്ലസ് a പ്ലസ് ബി ഉണ്ട്. അടുത്ത മൂന്നാമത്തേനകത്ത് a b ഇൻറ്റു a പ്ലസ് ബി, അതിനകത്ത് വേറെ ഒന്നും കോമൺ എടുക്കാം, a b ഇൻറ്റു a പ്ലസ് ബി. അപ്പോൾ നമ്മുടെ LCM എന്ന് പറഞ്ഞാൽ എന്താ, 3ലും ഉണ്ടായിരിക്കും വേണം, മാക്സിമം പവർ ആയിരിക്കും വേണം. അപ്പോൾ a bയുടെ മാക്സിമം പവർ a സ്ക്വയർ b സ്ക്വയർ. അപ്പോൾ നമ്മുടെ LCMനകത്ത് a സ്ക്വയർ b സ്ക്വയർ ഉണ്ടായിരിക്കണം. a സ്ക്വയർ b സ്ക്വയർ ഉള്ള ഓപ്ഷൻ ഏതുണ്ട്, ഓപ്ഷൻ a മാത്രമേ ഉള്ളൂ, കഴിഞ്ഞു. a സ്ക്വയർ b സ്ക്വയർ ഉണ്ടായിരിക്കണം. പിന്നെ a സ്ക്വയർ മൈനസ് b സ്ക്വയർ എന്തായാലും ഇവിടെ ഉണ്ടാണ്, a പ്ലസ് ബി a മൈനസ് ബി, ഇവിടെ a പ്ലസ് ബി ഉണ്ട്, a പ്ലസ് ബി ഉണ്ട്. a സ്ക്വയർ മൈനസ് ബി സ്ക്വയർ എടുത്തു കഴിഞ്ഞാൽ അതിനകത്ത് എന്തുണ്ട്, 2 ഉണ്ട്, എല്ലാത്തിൻ്റെ മൾട്ടിപ്പിൾ ആണ്. a b വന്നു a സ്ക്വയർ ബി സ്ക്വയറിൽ, a പ്ലസ് ബി വന്നു a സ്ക്വയർ മൈനസ് ബി സ്ക്വയറിൽ, a മൈനസ് ബി വന്നു a സ്ക്വയർ മൈനസ് ബി സ്ക്വയറിൽ, എല്ലാം അതിനകത്തുണ്ട്. a സ്ക്വയർ ബി സ്ക്വയർ ഇൻറ്റു a സ്ക്വയർ മൈനസ് ബി സ്ക്വയർ, ഇതാണ് LCM. ഇതെന്ത് ചെയ്യാം, പെയിൻ എടുക്കാതെ ചെയ്യാൻ നോക്കണം, പെയിൻ ഫ്രീ ആയിട്ട്. അല്ലെങ്കിൽ ഒരു സ്റ്റെപ്പ് എഴുതി ഇവിടെ നിന്ന് നിങ്ങൾ കോമൺ ആയിട്ടുള്ളത് എടുക്കുക, a b ഇൻറ്റു a സ്ക്വയർ മൈനസ് ബി സ്ക്വയർ, മറ്റേത് a സ്ക്വയർ ബി സ്ക്വയർ ഉണ്ട്, കോമൺ എടുക്കുക, a പ്ലസ് ബി, മറ്റേത് a b ഇൻറ്റു a പ്ലസ് ബി. എല്ലാത്തിലും കോമൺ ആയിട്ടുള്ളത് വേണം, ഹയസ്റ്റ് പവർ വേണം. അതാണ് LCMന്റെ കൺസെപ്റ്റ്. LCM എന്ന് പറഞ്ഞാൽ എന്താ, 3ലും കോമൺ ആയിട്ടുള്ള മൾട്ടിപ്പിൾ ആയിരിക്കും. ഓക്കെ, അത് എല്ലാം കാണും. ഇത് 18ന്റെയും 36ന്റെയും 56ന്റെയും LCM ചോദിച്ചു കഴിഞ്ഞാൽ ആ മൾട്ടിപ്പിളിനകത്ത് ആരൊക്കെ കാണണം, 18ഉം കാണണം, 36ഉം കാണണം, 57ഉം കാണണം, പക്ഷേ ഹയസ്റ്റ് പവറിൽ കാണും. അപ്പം ഞാനിവിടെ 54 എടുത്താൽ 54 ഓൾറെഡി 18ലുണ്ട്. 54 LCM 54 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ
18ന്റെ മൾട്ടിപ്പിൾ ആണത്. 18 പിന്നെ നോക്കണം. പക്ഷെ 36ന്റെ മൾട്ടിപ്പിൾ ആണോ 57 അല്ല. പക്ഷെ 36ലുള്ള നമുക്ക് കോമൺ ആയിട്ടുള്ള ലീസ്റ്റ് സാധനം മതി. 36ലുള്ള 18 ഓൾറെഡി എന്തുണ്ട്, എവിടെ ഉണ്ട്, 57ലുണ്ട്. ഈ രണ്ടാണ് ഇല്ലാത്തത്, എന്ത് ചെയ്യും, രണ്ടുകൂടെ നമുക്ക് കൊടുക്കും. അതായത് 108 എന്ന് പറയുന്നതായിരിക്കും ഇതിന്റെ എല്ലാം ലീസ്റ്റ് കോമൺ മൾട്ടിപ്പിൾ. നമ്മൾ എന്ത് ചെയ്തു, വലിയ പവർ എടുത്തു. അല്ലെങ്കിൽ നമ്മൾ പ്രൈം ഫാക്ടേഴ്സ് ചെയ്യാറുണ്ട്. ഇതൊക്കെ നിങ്ങളെ ഞാൻ പഠിപ്പിച്ചാണ്, ബേസിക് ആയിട്ട് പഠിപ്പിച്ചാണ്. അതിവിടെ ചെയ്യേണ്ട ആവശ്യമില്ല. അപ്പോൾ നിങ്ങൾ ഈ ക്വസ്റ്റ്യൻ എങ്ങനെ ചെയ്യുമെന്ന് നോക്കുക മെയിൻസിന്റെ ലെവലിൽ വേണ്ടി. എൽസിഎം നോക്കിയിട്ട് എ സ്ക്വയർ ബി സ്ക്വയർ ഇൻറ്റു എ സ്ക്വയർ മൈനസ് ബി സ്ക്വയർ എന്താ, എ സ്ക്വയർ ബി സ്ക്വയർ ഇൻറ്റു എ പ്ലസ് ബി ഇൻറ്റു എ മൈനസ് ബി ആണ്. എ സ്ക്വയർ മൈനസ് ബി സ്ക്വയർ എന്ന് പറഞ്ഞാൽ എ പ്ലസ് ബി ഇൻറ്റു എ മൈനസ് ബി ആണ്. യെസ്. അടുത്ത HCF ക്വസ്റ്റ്യൻ, 6ാമത്തെ ക്വസ്റ്റ്യൻ പറയുന്നത് there are 1056 cricket balls and ഇത്രയും hockey balls and 840 tennis balls and they have to be arranged in several boxes in such a way that every box contains same number of balls of one type. What is the minimum number of boxes required for to happen? Okay. So, and they have to be arranged. അപ്പോൾ 1056 ക്രിക്കറ്റ് ബോൾ, 3036 ഹോക്കി ബോൾ, 840 ടെന്നീസ് ബോൾ, ഇതെല്ലാം എന്താണ്, ഓരോ ടൈപ്പ് വെച്ച് സെയിം നമ്പർ ഓഫ് ബോൾസ് ഓഫ് വൺ ടൈപ്പ് ഒരു അറേഞ്ച് ഇൻ സെവറൽ ബോക്സസ്. വാട്ട് ഇസ് മിനിമം നമ്പർ ഓഫ്, മിനിമം നമ്പർ എന്ന് പറഞ്ഞാൽ എന്താ, ഇവിടെ 1056, 3036, 847 ഇതിനകത്തെല്ലാം കോമൺ ആയിട്ടുള്ള ഒരു വാല്യൂ എടുക്കണം. അതായത് ഓരോ ടൈപ്പിൽ നിന്ന് അത്ര എടുക്കണം. അതായത് അതെന്തായിരിക്കണം, മാക്സിമം ആയിരിക്കണം. അതായത് മാക്സിമം നമ്പർ ഓഫ് ബോൾ ഒരു പാർട്ടിയിൽ നിന്ന് എടുത്താൽ മാത്രമേ എന്താകത്തുള്ളൂ, മിനിമം നമ്പർ ഓഫ് ബോക്സിൽ അതിനെ കൊള്ളിക്കാൻ പറ്റും. അപ്പോൾ ഇതിന്റെ എല്ലാത്തിന്റെ HCF ആണ്, ഹയസ്റ്റ് കോമൺ ഫാക്ടർ ആണ് നമുക്ക് വേണ്ടത്. HCF കണ്ടുപിടിക്കാൻ ഞാൻ പറഞ്ഞു എന്താ ചെയ്യേണ്ടത്, ഏറ്റവും സിമ്പിൾ ആയിട്ടുള്ള വഴി എന്താ, ഏറ്റവും അടുത്തുള്ള ഡിഫറൻസ് എടുക്കാം. 847 1056 ഡിഫറൻസ് എടുക്കുക, ചെറിയ ഡിഫറൻസ് എടുക്കുക. ഇതിന്റെ കൂടെ 153 കൂട്ടുമ്പോൾ 1000, പിന്നെ 56, ഇപ്പൊ 153, 56, 209. അതായത് നമ്മുടെ HCF എന്ന് പറഞ്ഞാൽ ഒന്നുകിൽ 209 ആയിരിക്കണം, അല്ലെങ്കിൽ 209ന്റെ ഫാക്ടർ ആയിരിക്കണം. 209ന്റെ മൾട്ടിപ്പിൾ ആണോ ഈ കിടക്കുന്നത്, 209 ഗുണം 4 ചെയ്താൽ 836. 209ന്റെ മൾട്ടിപ്പിൾ അല്ല. പിന്നെ എന്ത് ചെയ്യണം, ഇതിനെ ഫാക്ടറൈസ് ചെയ്യണം. 209 എന്ന് പറഞ്ഞാൽ നിങ്ങൾ കാണാതെ പഠിക്കേണ്ട, മെയിൻസിന് പോകുന്നവരാണെങ്കിൽ മസ്റ്റായിട്ട് പഠിക്കുന്ന സാധനമാണ് 11 ഗുണം 19. പഠിക്കുമ്പോൾ വൃത്തിയായിട്ട് ഒരു തവണ പഠിച്ചു കഴിഞ്ഞാൽ പിന്നെ ഒരു പ്രശ്നമില്ല. 11 ഗുണം 19 ആണ്. അതായത് പ്രൈം നമ്പേഴ്സിന്റെ പ്രോഡക്റ്റ് ആണ്. ഒന്നുകിൽ 19 കൊണ്ട് നോക്കണം, അല്ലെങ്കിൽ 11 കൊണ്ട് നോക്കണം. 19 കൊണ്ട് മതി. 19 4 76, ബാക്കി 76 87. 19 മൾട്ടിപ്പിൾ അല്ല. അപ്പൊ 19 ഇല്ല ഇതിലൊന്നും, 19 ഇതിലൊന്നും ഇല്ല. ബാക്കി ഇടങ്ങ് 11 ഉണ്ടോ നോക്കണം. 11 ഉണ്ടെങ്കിൽ ഇത് 11ന്റെ മൾട്ടിപ്പിൾ ആണ് കേട്ടോ, 6 6, ഇത് 6 6, 11ന്റെ ആണ്, 15 15, എല്ലാം എന്താണ് 11ന്റെ മൾട്ടിപ്പിൾ ആണ്. അപ്പോൾ അതിന്റെ അർത്ഥം എന്താണ്, ഇതിന്റെ HCF 11 ആണ്. HCF 11 എന്ന് പറഞ്ഞാൽ എൻ്റെ അർത്ഥം ക്രിക്കറ്റ് ബാളിന്റെ 11 എണ്ണം വെച്ച്, ടെന്നീസ് ബോൾ ഹോക്കി ബോളിന്റെ 11 എണ്ണം വെച്ച്, ടെന്നീസ് ബോളിന്റെ 11 എണ്ണം വെച്ച്, ഓരോന്നും സെപ്പറേറ്റ്. സെയിം നമ്പർ ഓഫ് ബോൾസ് എന്ന് പറഞ്ഞാൽ 11 വെച്ച് പല പല കാർട്ടൺസിലാണ് അല്ലെങ്കിൽ ബോക്സിലാണ് ഇടുന്നത്. പഠിച്ച മിനിമം നമ്പർ ഓഫ് ബോക്സസ്. അപ്പോൾ 11 എണ്ണം വെച്ച് 1056 ബോളുണ്ട് ക്രിക്കറ്റ്. അപ്പോൾ അതേ 11 ചെയ്യുമ്പോൾ 9 96 ബോക്സ് ക്രിക്കറ്റിന് വേണം. ഇതിനെ 11 വെച്ച് ചെയ്യുമ്പോൾ നമുക്ക് 2 83-നകത്ത് 7, 66-നകത്ത് 6, 276 ബോക്സ് അതിന് വേണം. പിന്നെ 847 ചെയ്യുമ്പോൾ 11 ചെയ്യുമ്പോൾ 7 എണ്ണം 77-നകത്ത് 7 77-നകത്ത് 7 77 ഇതിനകത്ത് വേണം. കൂടുതൽ സമയത്ത് 12 19 9 അവസാനിക്കുന്ന ഓപ്ഷൻ എ ഉള്ളൂ. 449 ബോക്സ് ഉണ്ടെങ്കിൽ എന്ത് ചെയ്യും, മിനിമം 449 ബോക്സ് ഉണ്ടെങ്കിൽ എല്ലാം എന്ത് ചെയ്യാൻ പറ്റും, ഇങ്ങനെ ഓരോന്നിനും മാക്സിമം നമ്പർ എടുത്ത് ഒരേ ടൈപ്പ് വെച്ച് എന്ത് ചെയ്യാൻ പറ്റും, ഇടാൻ പറ്റും. അപ്പം ഇതിന്റെ ഒരുപാട് ടൈപ്പ് ക്വസ്റ്റ്യൻസ് എന്ത് ചെയ്യുന്നുണ്ട്, ഇപ്പോൾ റിപ്പീറ്റ് ചെയ്യുന്നുണ്ട്. ഇതേ ടൈപ്പ് ഇങ്ങനെ റിപ്പീറ്റ് ചെയ്യുന്നുണ്ട്, വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. അടുത്ത 7ാമത്തെ ക്വസ്റ്റ്യൻ, ഇഫ് രണ്ട് ഫംഗ്ഷൻ തന്നിട്ടുണ്ട്, കുറച്ച് നല്ല ക്വസ്റ്റ്യൻ ആണ്. f(x) ആൻഡ് g(x) ആർ ടു പോളിനോമിയൽസ് വിത്ത് ദ ഇന്റഗ്രൽ കോഎഫിഷ്യന്റ് വിച്ച് വാനിഷ് അറ്റ് x = 1/2. ഇപ്പം ഇങ്ങനെ ഒരു വാക്യം തന്നാൽ അല്ലെങ്കിൽ സെന്റൻസ് തന്നാൽ അതിന്റെ അർത്ഥം എന്താണെന്ന് നമുക്ക് നോക്കാം. ദെൻ വാട്ട് ഇസ് എ ഫാക്ടർ ഓഫ് HCF ഓഫ് f(x) ആൻഡ് g(x)? f(x)ന്റെ g(x)ന്റെ HCFന്റെ ഫാക്ടർ എന്താണ്? അപ്പോൾ ഇവിടെ ഞാനൊരു കാര്യം പറയാം, ഞാനൊരു സിമ്പിൾ ആയിട്ടൊരു എക്സാമ്പിൾ പറഞ്ഞാൽ x² + 10x + 3. അപ്പോൾ ഇങ്ങനൊരു വാല്യൂ ഉണ്ടെന്ന് വെച്ചോ, x² + 10x + 3 30 ഒന്നുണ്ട്, അല്ലെങ്കിൽ 21 x² + 10x + 21 എന്ന് പറയുന്നത് വാല്യൂ. അപ്പോൾ ഇതിനകത്ത് x + 3 ഒരു ഫാക്ടർ ആണെന്ന് പറഞ്ഞാൽ അസ്യൂം ചെയ്യണം, x + 3 അല്ലെങ്കിൽ x + 3 ഒരു ഫാക്ടർ ആണെന്ന് പറഞ്ഞാൽ x + 3 = 0 കൊടുക്കുക. x = -3 എന്താവണം, ഈ ഒരു എക്സ്പ്രഷൻ എന്താവണം, 0 ആവണം, ഫാക്ടർ ആണെങ്കിൽ. അപ്പോൾ ഇവിടെ പറയുന്നു f(x) ഉം g(x) ഉം രണ്ട് പോളിനോമിയലാണ്. ഇന്റഗ്രൽ കോഎഫിഷ്യന്റ് വിച്ച് വാനിഷ് എന്ന് പറഞ്ഞാൽ എന്താണ്, അതിന്റെ എല്ലാം 0 ആയി പോകും. x = 1/2. അതായത് x = 1/2-ൽ
എന്ത് ചെയ്യും, അത് 0 ആവും. അല്ലെങ്കിൽ എക്സ് മൈനസ് 1/2 ഈക്വൽ ടു 0 എന്താവും, അത് സാറ്റിസ്ഫൈ ചെയ്യും. അല്ലെങ്കിൽ ആ എക്സ് മൈനസ് 1/2 ഈക്വൽ ടു 0 നമ്മൾ കൊടുത്തു കഴിഞ്ഞാൽ എക്സിന്റെ വാല്യൂ നമുക്ക് കിട്ടും. ആ എക്സിന്റെ വാല്യൂവിൽ എന്താവും, ഈ ഒരു പോളിനോമിയലിന്റെ വാല്യൂ 0, ഇത് വാനിഷ്. അപ്പൊ അങ്ങനെയാണെങ്കിൽ നമുക്ക് പറയാം എക്സ് മൈനസ് 1/2 0 കൊടുത്തെങ്കിലേ പറ്റത്തുള്ളൂ. ഇത് അതിന്റെ ഫാക്ടർ ആണെങ്കിൽ, ഈ ഒരു പോളിനോമിയലിന്റെ ഫാക്ടർ ആണ് എക്സ് എന്നുണ്ടെങ്കിൽ എക്സ് ഈക്വൽ ടു 1/2 അല്ലെങ്കിൽ എക്സ് മൈനസ് 1/2 ഈക്വൽ ടു 0 എന്താവണം, ആ ഒരു ഇക്വേഷൻ സാറ്റിസ്ഫൈ ചെയ്യണം. എക്സ് മൈനസ് 1/2 0 ആയിരിക്കണം. അതായത് 2 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ 2x മൈനസ് 1 ഈക്വൽ ടു 0 ആയിരിക്കണം. 2x മൈനസ് 1 ഈക്വൽ ടു 0, അതായത് ആ ഫാക്ടർ എന്ന് പറഞ്ഞാൽ എന്താണ്, 2x മൈനസ് 1 ഈക്വൽ ടു 0, 2x ഈക്വൽ ടു 1 ആയിരിക്കും. എക്സ് എന്ന് പറഞ്ഞാൽ 1/2 ആയിരിക്കും. അപ്പോൾ അതായത് 2x മൈനസ് 1 എന്ന് പറഞ്ഞാൽ എന്തായിരിക്കണം, അതിന്റെ ഫാക്ടർ ആയിരിക്കണം. 2x മൈനസ് 1 എന്ന് പറഞ്ഞാൽ എന്തായിരിക്കണം, അതിന്റെ ഹൈസ്റ്റ് കോമൺ ഫാക്ടറിന്റെ ഒരു ഫാക്ടർ ആയിരിക്കും. HCFന്റെ ഫാക്ടർ ആയിരിക്കണം 2x മൈനസ് 1. കുറച്ച് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ക്വസ്റ്റൻ ആണ്, പഠിച്ച് വെക്കേണ്ട ക്വസ്റ്റൻ ആണ്. യെസ്, അടുത്ത ക്വസ്റ്റ്യൻ LCMന്റെ അടുത്ത നമുക്ക് ട്രിഗ്നോമെട്രി ആണ്, അത് അടുത്ത ക്ലാസ്സിൽ ചെയ്യാം. ഇന്നിപ്പം ഇതുകൂടെ ചെയ്യാം. ഇത് LCM ആൻഡ് HCF, ഇത് ക്വസ്റ്റ്യൻ 8ാമത്തെ ക്വസ്റ്റൻ ആണ്. നല്ലൊരു ക്വസ്റ്റൻ ആണ്, സിമ്പിൾ ആയിട്ടുള്ള ക്വസ്റ്റൻ ആണ്, നമുക്ക് ചെയ്യാവുന്ന വരാൻ ചാൻസ് ഉള്ള ക്വസ്റ്റൻ ആണ്. LCM ആൻഡ് HCF ടു നമ്പേഴ്സ് ആർ 510 and 17 റെസ്പെക്റ്റീവ്ലി. ദ സം ഓഫ് നമ്പേഴ്സ് ഈസ് 187. ദെൻ ഫൈൻഡ് ദ സ്മോളർ നമ്പർ. അപ്പോൾ സ്മോളർ നമ്പർ ആയാലും ഞാനൊരു ട്രിക്ക് പറയണമെന്നുണ്ടെങ്കിൽ ആ നമ്പർ എന്തായിരിക്കും, 17ന്റെ മൾട്ടിപ്പിൾ ആയിരിക്കും. 17x 17y എന്നാണ് എഴുതുന്നത്. 17 ഇൻറ്റു എക്സും വൈയും എന്താണ്, കോപ്രൈൻ നമ്പേഴ്സ് ആണ്. അപ്പോൾ ആൻസർ 17ന്റെ മൾട്ടിപ്പിൾ ആയിരിക്കും സ്മോളർ നമ്പർ. ഇപ്പോൾ 17ന്റെ മൾട്ടിപ്പിൾ ആണ് ഇത് തന്നിട്ടുള്ളതല്ല. അപ്പോൾ സം ഓഫ് LCM തന്നിട്ടുണ്ട് 510. ഇപ്പോൾ രണ്ട് രീതിയിൽ ചെയ്യാം, രണ്ട് രീതി. ഞാൻ ഫസ്റ്റ് വഴി പറയാൻ പോകുന്നത് പറഞ്ഞാൽ, എനിക്കറിയാം അതിന് മുമ്പേ കുറച്ച് കാര്യങ്ങൾ പഠിക്കണം. LCM എന്ന് പറഞ്ഞാൽ HCF ഇൻറ്റു XY ആണ്. ഇവിടെ എക്സും വൈ എന്ന് പറഞ്ഞാൽ കോപ്രൈൻ നമ്പേഴ്സ് ആണ്. ആ നമ്പേഴ്സിനെ 17x 17y എന്ന് എഴുതാം. എക്സും വൈയിലും കോമൺ ആയിട്ട് ഒന്നുമില്ല, അതാണ് കോപ്രൈൻ നമ്പേഴ്സ്. അപ്പോൾ LCM എന്ന് പറഞ്ഞാൽ 510 ഈക്വൽ ടു 17 ഇൻറ്റു XY ആണ്. ഇപ്പോൾ XY എന്ന് പറഞ്ഞാൽ എത്ര കിട്ടും, 30 കിട്ടും. പ്രോഡക്റ്റ് ഓഫ് ആ കോപ്രൈൻ നമ്പേഴ്സ് 30 ആണ്. ഇനി സം ഓഫ് ടു നമ്പേഴ്സ് 187. സം ഓഫ് നമ്പേഴ്സ് എന്ന് പറഞ്ഞാൽ HX പ്ലസ് HY ആണ്. H ഇൻറ്റു എക്സ് പ്ലസ് വൈ ആണ്. HCF ഇൻറ്റു എക്സ് പ്ലസ് വൈ ആണ് 187. HCF തന്നിട്ട് 17, 17 ഡിവൈഡ് ചെയ്യുമ്പോൾ 11. ഇപ്പോൾ എക്സ് പ്ലസ് വൈ 11ഉം XY 30 ആണ്. അങ്ങനെയുള്ള രണ്ട് നമ്പേഴ്സ് ഏതാ, 6ഉം 5ഉം ആണ്. ഇപ്പോൾ എക്സ് എന്ന് പറഞ്ഞാൽ 6ഉം വൈ എന്ന് പറഞ്ഞാൽ 5ഉം ആണ്. അപ്പോൾ ഇതിനകത്ത് നിന്ന് സ്മോളർ നമ്പർ എന്ന് പറഞ്ഞാൽ എന്താണ്, HY ആണ് അല്ലേ. H എന്ന് പറഞ്ഞാൽ 17, 17 ഗുണം 5, 17 85 ആണ് സ്മോളർ. പക്ഷേ ഈ ക്വസ്റ്റ്യൻ ഇത്രയൊക്കെ ചെയ്യേണ്ട ആവശ്യമുണ്ട്. ഇപ്പോൾ രണ്ട് നമ്പറിനെ എടുത്തു, 17x 17y, 17 എക്സ് പ്ലസ് വൈയുടെ വാല്യൂ 11 കിട്ടി, എക്സ് വൈയുടെ വാല്യൂ 30 കിട്ടി. നല്ല രണ്ട് നമ്പേഴ്സ് 6ഉം 5ഉം ആണ്. അപ്പോൾ ഇത് കുറച്ച് ഫാസ്റ്റ് ആയിട്ട് ചെയ്യും. ഇതിനകത്ത് വേറെ ഒന്നും കാൽക്കുലേഷനോ ട്രിക്കുകളോ വേറെ ഒന്നുമില്ല. 17 മൾട്ടിപ്പിൾ ആയിരിക്കും ആൻസർ. അപ്പോൾ ഇത് നോക്കുക, 17ഉം LCM 17 ഇൻറ്റു ആ ഒരു കോപ്രൈൻ്റെ പ്രോഡക്റ്റ് ആണ്. കോപ്രൈൻ്റെ പ്രോഡക്റ്റ് നമുക്ക് 17 കൊണ്ട് 30 കിട്ടും. അപ്പോൾ 30 പ്രോഡക്റ്റും സമ്മ് നമുക്ക് എന്ത് കിട്ടും, 17 ഇൻറ്റു എക്സ് പ്ലസ് വൈ. ആ കോപ്രൈൻ നമ്പേഴ്സിന്റെ സമ്മിന്റെ വാല്യൂ നമുക്ക് എത്ര കിട്ടും, 11 കിട്ടും. അങ്ങനെയുള്ള രണ്ട് നമ്പേഴ്സ് 6ഉം 5ഉം ആണ്. നമുക്ക് സ്മോളർ നമ്പർ ചോദിച്ചുകൊണ്ട് നമ്മൾ എന്ത് ചെയ്യണം, 5 എടുക്കണം. അപ്പോൾ 17 × 5 85. പെൻ ഫ്രീ ആയിട്ട് വേണമെങ്കിൽ ചെയ്യാവുന്ന ക്വസ്റ്റൻ. വലിയ നമ്പർ എന്ന് പറഞ്ഞാൽ 17 × 6. ഈ ക്വസ്റ്റൻ നിങ്ങൾ ഹോംവർക്ക് ആയിട്ട് ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. ഇന്നത്തെ ക്ലാസ് നിങ്ങൾക്ക് യൂസ്ഫുൾ ആയെന്ന് വിശ്വസിക്കുന്നു. കുറച്ച് നല്ല ക്വസ്റ്റൻസ് ഉണ്ടായിരുന്നു. നിങ്ങൾക്ക് നന്നായിട്ട് ചെയ്തിട്ട് പോകേണ്ട, പ്രീവിയസിൽ നിന്ന് വ്യത്യസ്തമായിട്ട് ചെയ്തിട്ട് പോകേണ്ട കുറച്ച് നല്ല ക്വസ്റ്റൻസ് ഉണ്ടായിരുന്നു. അതൊക്കെ ചെയ്ത് സെറ്റായെന്ന് വിശ്വസിക്കുന്നു. അപ്പോൾ കമൻറ്റായിട്ട് ക്ലാസ്സിനെ പറ്റിയുള്ള ഫീഡ്ബാക്ക് പറയുക. പുതിയ വേറെ ക്ലാസ്സുകൾ വേണമെങ്കിൽ പറയുക. ഒരുപാട് ക്ലാസ്സുകൾ ചെയ്തിട്ടുണ്ട്. എല്ലാം മെയിൻസ് ലെവലിലുള്ള ക്വസ്റ്റൻസും അതിനകത്ത് ഇൻക്ലൂഡഡ് ആണ്. അപ്പോൾ അടുത്ത ക്ലാസ്സിൽ കാണാം. എല്ലായിടത്തും ഓൾ ദി ബെസ്റ്റ്. നന്നായിട്ട് പഠിക്കാം. താങ്ക് യു.